ഒരിക്കൽ കൂടി മേഘ്ന മുരളി ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മേഘ്ന, ഇപ്പോഴും അവിടെ സംഘർഷ സാഹചര്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യഘട്ടത്തിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയമാണ്, അതിർത്തി തർക്കമാണ് എന്ന് തന്നെയാണ്. അങ്ങനെയാണ്, ഒരു വീടിന് മുന്നിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ സമയത്തെ അവരുടെ പ്രതികരണം അടക്കം നമ്മൾ ലഭ്യമാക്കുകയും ചെയ്തതാണ്. അതിൽ ബിജെപിയുടെ ഒരു ഭാഗം, ബിജെപിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബിജെപി പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ബിജെപിയുടെ പ്രതികരണമായി വരുന്നത്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് തെരഞ്ഞുപിടിച്ച് ബിജെപി പ്രവർത്തകരെ ആക്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ആരോപിച്ചുകൊണ്ടാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് അടക്കം ബിജെപി പ്രവർത്തകർ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ട് വശമാണ് ഞങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് വശം എന്ന് പറയുകയും ചെയ്യുന്നത്, അതിൽ മർദ്ദനമേറ്റ ആളുടെ അടക്കം പ്രതികരണങ്ങൾ കേട്ടു. അതിൽ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല, അതുപോലെ തന്നെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഒരു മരത്തിന്റെ പേരിലൊക്കെ തുടങ്ങിയ പ്രശ്നമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെ ബിജെപി പ്രവർത്തകരും ഒരു കൂട്ടം നാട്ടുകാരും ചേർന്ന് ഒരു പ്രശ്നം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് അത് ഈ സംഘർഷ സാഹചര്യത്തിൽ കേട്ടറിഞ്ഞെത്തിയ പോലീസ് അടക്കം അതിൽ ഇടപെടുകയും പിന്നീട് പോലീസിന് മർദ്ദനമേൽക്കേണ്ട ഒരു സാഹചര്യം, പോലീസിന്റെ തല പൊട്ടി ചോരയൊലിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പോലീസിന്റെ, വട്ടിയൂർക്കാവ് പോലീസിന്റെ അടക്കം ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ അറിയുന്നത് ഒരു പ്രാദേശിക വിഷയം എന്ന് തന്നെയാണ്. പക്ഷേ ബിജെപി ആ ആരോപണം നിഷേധിക്കുന്നുണ്ട്. ബിജെപിയുടെ ഭാഗം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടും രാഷ്ട്രീയമാണ്. അതിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി ബിജെപി പ്രവർത്തകരെ മലമുകളിലാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടത്തൽ ഉണ്ടാകുന്നു. പിന്നീട് ബിജെപി വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു, യാതൊരു കാരണവുമില്ലാതെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു, മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു. മേഘ്ന മുരളിയാണ് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.